നമുക്ക് ഈ ഒരു ഇമേജിൽ ഒരു ഹാറ്റ് വെച്ച് കൊടുക്കാനായിട്ട് പറയാം. അപ്പോൾ നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഹാറ്റ് വെച്ചിട്ടുള്ള ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗ്രോക്ക് അവരുടെ പുതിയ ഇമേജ് എഡിറ്റിംഗ് ഫീച്ചർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു ഇമേജിനെ മൾട്ടിപ്പിൾ വേസിൽ എങ്ങനെയാണ് നമുക്കൊരു പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനോ കളർ എൻഹാൻസ് ചെയ്യാനോ കുറച്ച് ആർട്ടിസ്റ്റിക് ഇഫക്ട്സ് കൊടുക്കാനോ ഫേഷ്യൽ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രോക്കിൻ്റെ ഇമേജ് എഡിറ്റിംഗ് ഫീച്ചർ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല യൂസ് കേസസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നിവിടെ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇമേജ് എഡിറ്റിംഗ് ഫീച്ചർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എക്സ് അക്കൗണ്ടിൽ പോവുക. എക്സ് അക്കൗണ്ടിൽ ഇവിടെ ഗ്രോക്ക് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ എഡിറ്റ് ഇമേജ് എന്നുള്ള ഫീച്ചർ കാണാനായിട്ട് പറ്റുക. ഇവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ വെബ് വേർഷനിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പം അവൈലബിൾ അല്ല. അപ്പോൾ ഇമേജ് എഡിറ്റിംഗ് ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സ് അക്കൗണ്ടിൻ്റെ ഉള്ളിലെ ഗ്രോക്ക് വേർഷൻ യൂസ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഈ എഡിറ്റ് ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വേണ്ട ഇമേജിനെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഇമേജിനെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റീപ്ലേസ്മെൻ്റ് ആണ്. 2 പ്രോംപ്റ്റ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഒരു നേച്ചുറൽ സീനായിട്ട് മാറ്റുന്നതും അതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് ആക്കി ചേഞ്ച് ചെയ്യുന്നതും. അങ്ങനെ 2 പ്രോംപ്റ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോംപ്റ്റ് നമ്മൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്ക് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് ആക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ് ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ക്ലീൻ പിങ്ക് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് ഫോർ എ പ്രൊഫഷണൽ ലുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഇമേജസ് ഗ്രോക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ഇമേജ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ഈ ഹെയർസൊക്കെ കുറച്ച് ഇതായിട്ട് നിൽപ്പുണ്ട് അല്ലേ. നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ് അത് വളരെ പ്രിസൈസായിട്ട് അവരിത് മാസ്ക് ചെയ്തോ ഒക്കെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലും ഒരു ഇതും വരാത്ത രീതിയിലാണ് നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് തന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഇമേജിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഏത് ഇമേജാണോ നമുക്ക് വേണ്ടത് അതിനെ ചൂസ് ചെയ്തിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഇമേജിന് ഇനി നമുക്ക് മോർ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് പറ്റും. ഇനി ഈ ഇമേജിന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ ഇമേജ് ഡൗൺലോഡായി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തു നോക്കാം. ഇപ്പം നമ്മൾ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് പിങ്ക് ആക്കി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് തന്ന ഔട്ട്പുട്ടാണിത്. ഇനി ഇതിനെ തന്നെ ഞാനൊരു ലഷ് ഫോറസ്റ്റ് സീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടിയും ലൈറ്റിംഗ് എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളും മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇമേജിനെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കി ചേഞ്ച് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു യൂസ് കേസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കളർ അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റൈൽ എൻഹാൻസ്മെൻറ്റും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രോക്ക് ഔട്ട്പുട്ട് തരുന്നതെന്ന് നോക്കാം. ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് ബ്ലേസർ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് നോക്കാം. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ് തന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഫേസിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതുപോലെ ആംഗിൾ, ലുക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ അവർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇമേജ് തന്നിട്ടുള്ളത്. ഇനി ഈ ഇമേജിനെ നമുക്കൊന്നുകൂടെ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ റീജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യും. നമുക്ക് പുതിയ 2 ഇമേജസ് റീജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് വേണ്ട ഇമേജ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജ്. ഇനി നമുക്കൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജിന്
ഇതിനെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വിൻറ്റേജ് ഫിലിം എഫക്റ്റ് തരുന്ന ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിനൊരു ഫിൽറ്റർ തന്നിട്ടാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി അടുത്ത യൂസ് കേസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആക്സസറീസ് ആഡ് ചെയ്യുന്നൊരു യൂസ് കേസ് കൊടുക്കാം. അതായത് ഒരു ഗ്ലാസ്സസ് ആഡ് ചെയ്യാനോ ഇയറിങ്സ്, ഹാറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് ഈ ഒരു സെയിം ഇമേജിൽ എങ്ങനെയാണ് ഗ്രോക്ക് ആഡ് ചെയ്തിരുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സസ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിനെയാണ് റെഫറൻസ് എടുക്കുന്നത്. ഇത് ഞാൻ എഡിറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഐ ഗ്ലാസസ് ദാറ്റ് മാച്ച് ദ സബ്ജക്ട്സ് ഫേസ് ആൻഡ് സ്റ്റൈൽ നാച്ചുറലി എന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്തിരുന്നത് നോക്കാം. ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തപ്പോൾ ചെറിയ ഫേസിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇമേജ് കറക്റ്റ് ഒരു ഇമേജാണ്. ആ ഒരു നമ്മൾ കൊടുത്ത ഫേസിന് തന്നെയാണ് അവർ ആ ഒരു ഗ്ലാസസ് വെച്ച് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് എന്തെടുക്കാം, നമുക്ക് ഈ ഒരു ഇമേജിൽ ഒരു ഹാറ്റ് വെച്ച് കൊടുക്കാനായിട്ട് പറയാം. അപ്പോൾ നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഹാറ്റ് വെച്ചിട്ടുള്ള ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു ഇംപെർഫെക്ഷൻസും ഇല്ലാതെയാണ് നമുക്ക് ഈ ഹാറ്റ് അതിൻ്റെ പ്ലേസ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു യൂസ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് റീടച്ചിങ്ങും എക്സ്പ്രഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു യൂസ് കേസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനിവിടെ ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒരു കോൺഫിഡൻറ്റ് ലുക്കിംഗ് സ്മൈലായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കാവുന്ന ഒരു പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം. എന്നിട്ട് ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഇമേജ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തൊരു ഇമേജ് ആയിരുന്നു. അതിൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്മൈൽ കൊണ്ടുവരാനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഇമേജിനെ അത് മാറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു റെഫറൻസ് ഇമേജ്. അതിന് നമുക്ക് ഇതുപോലെയുള്ള ഒരു ഇമേജ് ആക്കി മാറ്റി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ സ്റ്റൈൽ ഇമേജ് ആക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സബ്ജക്റ്റിന് ഒരു ഹൈ ക്വാളിറ്റി കാർട്ടൂൺ സ്റ്റൈൽ അവതാറാക്കി മാറ്റാനായിട്ട് ഉള്ള ഒരു പ്രോംപ്റ്റാണ് ഇനി അടുത്തത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊരു ഇമേജ് മാറ്റി കാർട്ടൂൺ സ്റ്റൈൽ അവതാറാക്കി മാറ്റി തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇത് വേണമെങ്കിലും നമ്മൾ റൈറ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതിനൊരു ഓയിൽ പെയിൻറ്റിങ് പോലെ ആക്കണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എനിക്ക് അതുപോലെ തരും. ഈ ഒരു ഇമേജിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇവിടെ ഞാൻ പറയുന്നത് ട്രാൻസ്ഫോം ദ ഇമേജ് ഇൻറ്റു എ ഡിജിറ്റൽ പെയിൻറ്റിങ് ആക്കി മാറ്റാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്രോക്ക്. അപ്പോൾ ഇതാണ് ഗ്രോക്കിൻ്റെ പുതിയ എഡിറ്റ് ഇമേജ് ഫീച്ചർ. എക്സിൻ്റെ ഫ്രീ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരൊറ്റ സിംഗിൾ ഇമേജിനെ എന്തൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തതെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്തിട്ടൊരു ഗ്രാഫിക് ഡിസൈനറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വർക്കിൻ്റെ കാര്യങ്ങൾക്കും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കുമൊക്കെ ഈ AI ടൂൾസൊക്കെ യൂസ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്